ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മലബാറുകാരുടെ സ്വന്തം ഡിഷായിട്ടുള്ള നെയ്യപ്പം അല്ലെങ്കിൽ കുഞ്ഞി കലത്തപ്പം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഞാൻ കുറച്ചധികം ഇന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ചെറിയ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. 4 കപ്പ് പച്ചരിക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമുള്ളത് കടലപ്പരിപ്പാണ്. 4 കപ്പ് പച്ചരിക്ക് 1 കപ്പ് കടലപ്പരിപ്പ് മതിയാവും. പച്ചരിയും കടലപ്പരിപ്പും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കടലപ്പരിപ്പ് ഒരു പ്രഷർ കുക്കറിലായിട്ട് ഇട്ടെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒറ്റൊരു വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കടലപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അരിപ്പയിലേക്കൂടെ ഒന്ന് ഊറ്റി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചരിയിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ചോറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 കപ്പോളം ചോറ് വേണം. അതിപ്പോൾ ഇവിടെ ഉമ്മ കൈപ്പിടിയിലാണ് എടുക്കുന്നുള്ളത്. ഒരു വലിയൊരു കൈപ്പിടി അത് അളന്ന് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു കപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 കപ്പ് ചോറ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഇവിടെ ഏകദേശം ഒരു 3.5 കപ്പോളം പഞ്ചസാര ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം മധുരം ഇതിനുണ്ടാവണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചധികം ഏലക്കായ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ട് അതിന് ലൂസ് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്കിത് ലൂസല്ല കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാം, വെള്ളം ചേർത്ത് ലൂസാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ നെയ്യപ്പത്തിൻ്റെ മാവിന് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചെടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോഴായിരിക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അലുമിനിയത്തിൻ്റെ ആയാലും ചെയ്യാം, പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചൂടായിട്ട് അടിവശം വേഗം കരിയുകയും ഉള്ളുവശം വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ളൊരു വെസലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ സൈഡൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പം നമ്മുടെ ഒരു നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. ഒട്ടും കുറക്കാൻ പാടില്ല. ഇത്രത്തോളം ഓയിൽ എന്തായാലും വേണം. പിന്നെ ഒരു നെയ്യപ്പം ചുട്ടിട്ട് നമുക്കതിന് മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇതിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പും ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 കപ്പ് പച്ചരി കൊണ്ട് ചുട്ടുന്ന സമയത്ത് ഏകദേശം ഒരു 30-35 നെയ്യപ്പം ഈ ഒരു അളവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക് യു.